بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. قال الله تعالى في قرآن المجيد: أعوذ بالله من الشيطان الرجيم ولا تقتلوا النفس التي حرم الله إلا بالحق. وقال النبي صلى الله عليه وسلم: إن دماءكم وأموالكم وأعراضكم عليكم حرام. സമാദരണീയനായ അധ്യക്ഷൻ, മറ്റെൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, വിശിഷ്ടാതിഥികൾ, വിധികർത്താക്കൾ, ഉസ്താദുമാർ ഏവർക്കും ഇസ്ലാമിൻ്റെ തത്വാധിഷ്ഠിത അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖില ചരാചരങ്ങളും അടക്കി ഭരിക്കുന്ന അജയ്യനും അത്യുന്നതനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എന്നല്ല അവസാന മനുഷ്യൻ വരെയുള്ള മുഴുവൻ മാനവ സമൂഹത്തിനും തൃപ്തിപ്പെട്ട് നൽകിയ ജീവിത സംഹിതയാണ് പരിശുദ്ധ ഇസ്ലാം. ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ അന്നു മുതൽ തള്ളവിരൽ കൂട്ടിക്കെട്ടി കബറിലിറക്കി മണ്ണിടുന്നത് വരെയുള്ള മനുഷ്യ ജീവിതത്തിലെ ഓരോ ചലന നിശ്ചലനങ്ങളും എങ്ങനെയാവണമെന്ന് ദീനുൽ ഇസ്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. താൽക്കാലികമെങ്കിൽ പോലും ഭൗതിക ജീവിതത്തിൽ മനുഷ്യന് വേണ്ട ആവശ്യങ്ങളും അവകാശങ്ങളും ദീനുൽ ഇസ്ലാം കൃത്യമായി വീതിച്ചു തരുന്നുണ്ട്. കാരണം സർവ്വ അവകാശവും ഹനിക്കപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ പൊറുതിമുട്ടിയ ഒരു സമൂഹത്തിലേക്കാണ് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചവുമായി വിശ്വവിമോചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. 6-ാം നൂറ്റാണ്ടിൻ്റെ അന്ധകാരത്തിൻ്റെ നിശയിൽ ദിശയറിയാതെ ആടിയുലയുന്ന അറേബ്യൻ സമൂഹത്തെ മനുഷ്യാവകാശങ്ങളുടെ ബാലപാഠം പോലും പഠിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമാണ്. പിറന്നു വീണത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയ സമൂഹത്തോട് അവരെ കുഴിച്ചു മൂടിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കപ്പെടുന്ന ദിവസം വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ട് അടിച്ചമർത്തലിൻ്റെ ആഴങ്ങളിൽ കിടന്ന സ്ത്രീ സമൂഹത്തിന് അനന്തരാവകാശം പോലും വീതിച്ചു നൽകിയത് പരിശുദ്ധ ഇസ്ലാമാണ്. അക്രമവും അധാർമികതയും വർദ്ധിച്ച് മനുഷ്യജീവന് പുല്ലുവില പോലും കൽപ്പിക്കാതെ കൊന്നുതള്ളിയ ജനതയോട് പരിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞു: അല്ലാഹു പവിത്ര നൽകിയ ഒരു ജീവനെ പോലും അനർഹമായി കൊന്നുതള്ളരുതേ. കാരണം ആദം സന്തതികളെ ആദരിച്ചത് അല്ലാഹുവാണ്. തീർന്നില്ല, വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പ്രവാചകൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട്: ഇന്ന ദിമാഉക്കും വഅംവാലുക്കും വഅറാളുക്കും ഹറാമുൻ അലൈക്കും. ജീവനും സമ്പത്തിനുമൊപ്പം ആത്മാഭിമാനവും മനുഷ്യന്റെ മൗലികാവകാശമാണെന്ന് പഠിപ്പിച്ച ആദ്യത്തെ തത്വസംഹിതയാണ് ദീനുൽ ഇസ്ലാം. എന്നാൽ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കുമ്പോൾ അവിടെ അവകാശ നിഷേധങ്ങൾ കൊണ്ട് രക്തം കലർന്ന ഒരുപാട് അധ്യായങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അടിമകൾക്ക് മാനുഷിക പരിഗണന പോലും നൽകാതെ കൊന്നുതള്ളിയും അവരെ പരസ്പരം തമ്മിലടിപ്പിച്ച് കണ്ടുരസിച്ചും വന്യമൃഗങ്ങളുമായി പോലും മല്ലയുദ്ധം നടത്തി അടിമകളെ പിച്ചും ചീതുന്ന ഗ്ലാഡിയേറ്റർ സമ്പ്രദായം നിലനിന്ന 3-ാം നൂറ്റാണ്ടിലെ റോമൻ സാമ്രാജ്യവും മാലോകരം മുഴുവൻ അടക്കി ഭരിക്കണമെന്ന ആർത്തിയോടെ കച്ചവടത്തിന്റെ മുഖംമൂടിയണിഞ്ഞ് കോളനിവൽക്കരണം നടത്തി ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിപ്പിച്ച യൂറോപ്യന്മാരും, എന്തിനേറെ പറയണം, ജാതി വിവേചനത്തിന്റെ വിഭ്രാന്തി മൂത്ത് സവർണവർഗത്തിന്റെ ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും സഹിച്ച് പൊറുതിമുട്ടി ജീവിതം മൃഗതുല്യരായി കഴിച്ചു കൂട്ടേണ്ടി വന്നത് ഇന്ത്യൻ ഹൈന്ദവർക്കാണ്. ഇങ്ങനെ സർവ്വവ്യാപകമായി അവകാശ ദംശനങ്ങൾ അരങ്ങേറുന്ന സാഹചര്യത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് പ്രസക്തിമേറുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്. സ്വന്തം മാതാപിതാക്കളും കൂട്ടുകുടുംബാദികൾക്കും എതിരാണെങ്കിൽ പോലും കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്കൊപ്പം നിലകൊള്ളണേ. തീർന്നില്ല, വലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു. സ്വന്തം ഇച്ഛകൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ ആരോടും അക്രമം കാണിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നത് കൊണ്ട് തന്നെയാണ് 7.5 അടി ദൂരെ നിൽക്കേണ്ട ഏറെ ചെറുമം പോയി തൊപ്പിവെച്ചാൽ അവന് സർവ്വ അവകാശവും ലഭിക്കുമെന്ന് ഹൈന്ദവ സമൂഹം വരെ പറഞ്ഞു പോകുന്നത്. കാരണം ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം കണ്ട് അന്യർ വരെ ആകർഷരാവുകയാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ. പരിശുദ്ധ ഇസ്ലാം പറയുന്നു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ലാ ഫള ലി അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബിയിൻ വലാ ഫള ലി അസ്വദ അലാ അഹ്മറ വലാ അഹ്മറ അലാ അസ്വദ. ജാതി മതഭേദ
ഭാഷ, ദേശ, വർണ്ണ വ്യത്യാസം കൊണ്ട് ആരും ആരെക്കാരും ഉത്തമനാവില്ല എന്ന സുന്ദരമായ ആശയം കണ്ട് അന്യർ വരെ ആകർഷരാവുകയാണ്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് സർവരെയും ചേർത്ത് പിടിച്ച സുന്ദരമായ ഇസ്ലാമിൻ്റെ ജീവിത വ്യവസ്ഥയുടെ വ്യക്തമായ ഉദാഹരണമാണ് അന്ന് ഫത്ഹ് മക്കയുടെ ദിവസം മക്കാ ഖുറൈശികൾ മുഴുവൻ നോക്കി നിൽക്കെ കാബയുടെ മുകളിൽ കയറിയിട്ട് കറുത്ത കാപ്പിരി അടിമയായിരുന്ന ബിലാലെ ഹബശി റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനി മുഴക്കിയത് ഇസ്ലാമിൻ്റെ സൗന്ദര്യമായ സമത്വത്തിന്റെ അടയാളമാണ്. എന്നാൽ ആധുനിക ലോകത്ത് മുഴുവൻ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ആധുനിക ലോകത്തെ ജൂത നരഭൂജികൾ ഫലസ്തീനിൽ ചെയ്തു കൂട്ടുന്ന പൈശാചിക പേക്കൂത്തുകൾ കാലിക ലോകത്തെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ നേർപതിപ്പാണ്. ആരാരുമില്ലാതെ അലഞ്ഞു നടന്നവർക്ക് അഭയം നൽകിയ ഫലസ്തീനികളെ അധിനിവേശത്തിലൂടെ ആട്ടിപ്പുറത്താക്കി അവരുടെ രാജ്യത്തിന്റെ നെറുകയിൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചതിനേക്കാൾ വലിയ അവകാശ ദംസനം ചരിത്രത്താളുകളിൽ കാണാൻ സാധ്യമല്ല. ഇങ്ങനെ സർവ്വവ്യാപകമായ അവകാശ ദംസനങ്ങൾ അരങ്ങേറുകയാണ്. ആ ഒരു സാഹചര്യത്തിലും ഇസ്ലാം നൽകുന്നത് തീർത്തും പക്വമായ തീർത്തും സുരക്ഷിതമായ അവകാശബോധമാണ്. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്: ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാലോകർക്കും മുഴുവനും മറ്റ് തൻ്റെ സഹജീവികളുമായി കടമകളും കടപ്പാടുകളും ഉണ്ടെന്നും അവ പൂർത്തീകരിക്കുന്നതിലൂടെ മാലോകരുടെ മുഴുവൻ അവകാശങ്ങളും പൂർത്തിയാവുന്നു എന്ന സുന്ദരമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യാവകാശത്തിൻ്റെ പ്രായോഗിക ദർശനമാണ് പരിശുദ്ധ ഖുർആൻ. അത് കാരണം മനുഷ്യനെ അറിയുന്ന അള്ളാഹുവിൻ്റെ മനുഷ്യാവകാശ നിയമമാണിത്. അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തിൽ അവകാശ നിഷേധനങ്ങളുടെ പ്രശ്നമേ വരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം എന്ന വലിയ വെളിച്ചത്തിലൂടെ മാനവ സമൂഹത്തിന് മാർഗദർശനം നൽകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.